ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇർഷിദാസ് മെഡ്ഫോളിയോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 10-40 വയസ്സ് കഴിഞ്ഞ കൂടുതലും സ്ത്രീകളിൽ അവരുടെ ചീക്കിൻ്റെ ഈ ഭാഗത്ത്, കവിളിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കറുത്ത പാട് അല്ലേ, മെലാസ്മ അഥവാ കരിമംഗല്യം എന്നാണ് ഇതിനെ പറയുന്നത്. പുരുഷന്മാരിലും കാണാറുണ്ട്, പക്ഷേ കൂടുതലായിട്ടും സ്ത്രീകളിൽ, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളിലാണ് ഇത്തരം കറുത്ത ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ടുള്ള പാടുകൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഈ കവിളിൻ്റെ ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലൊന്നും ഇത്തരം പാടുകൾ കാണപ്പെടാറില്ല. പൊതുവെ മുഖത്തിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമാണ് കാണുന്നത്. അവരുടെയൊക്കെ മുഖത്ത് ഇതിനു മുമ്പേ ഒരു തരത്തിലുള്ള പാടുകളും ഉണ്ടായിരുന്നിരിക്കില്ല. ഒരു കുറഞ്ഞ കാലയളവിലായിരിക്കാം ഇത്തരം കറുത്ത പാടുകൾ രൂപപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അവർക്ക് തന്നെ അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ ചിലരൊക്കെ വിചാരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണോ. എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള മിഥ്യാധാരണകൾ, ചില അന്ധവിശ്വാസങ്ങളൊക്കെ അതും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തോ ഒരു വിഷമം വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം കറുത്ത പാടുകൾ രൂപപ്പെടുന്നത്, എന്തോ വലിയ ഒരു ദുരന്തം വരാനിരിക്കുന്നു, അത്തരത്തിലുള്ള മിഥ്യാധാരണകളും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം എന്താണ് ഇത്തരത്തിലുള്ള പാടുകൾ അല്ലേ, നമുക്കൊന്ന് നോക്കാം. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഭാഗമായിട്ട് ഇത്തരം റാഷസ് മുഖത്ത് കാണപ്പെടാറുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം ആളുകളിലും അവരുടെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ ലെവലിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത്തരം പാടുകൾ രൂപപ്പെടുന്നത്. ഇപ്പോൾ ഒരു 10-40 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മെനോപോസ് ഒക്കെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അവരുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഹോർമോണൽ ഇംബാലൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂരിഭാഗം ആളുകളിലും ഈ മെലാസ്മ അഥവാ കരിമംഗല്യം രൂപപ്പെടുന്നത്. പിന്നെ ഒരുപാട് ടെൻഷനുള്ള ആളുകളിൽ ഇത്തരം പാടുകൾ കാണപ്പെടാറുണ്ട്. വെയിൽ ഒരുപാട് കൊള്ളുന്ന ആളുകളിൽ ഇത് കാണപ്പെടാറുണ്ട്. ഉറക്കക്കുറവുള്ള ആളുകളിലൊക്കെ തന്നെ ഇത്തരം മെലാസ്മ രൂപപ്പെട്ട് കാണാറുണ്ട്. നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് മെലാനിൻ ആണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മെലാനിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇത്തരം കറുത്ത പാടുകൾ രൂപപ്പെടുന്നത്. ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പല സ്ത്രീകളും വിചാരിക്കുന്നത് ഒരു 40 വയസ്സായാൽ ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ്, അപ്പം ഇതിനി മാറ്റാനൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ച് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഈ പാടിങ്ങനെ കാണുമ്പോൾ. പക്ഷെ ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്നതാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇത് നമുക്ക് പൂർണ്ണമായും തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആയുർവേദത്തിലൊക്കെ തന്നെ പലതരത്തിലുള്ള ചികിത്സകൾ ഇതിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ടും നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു, ഒരുപാട് ഈ ടെൻഷൻ, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ വെയിൽ അമിതമായിട്ട് കൊള്ളുന്നതൊക്കെ ഇതിനൊരു കാരണമാണെന്ന്. അപ്പം ഇത്തരം കാരണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള മെത്തേഡ്സ്, അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കമൊക്കെ കറക്റ്റ് ചെയ്യുക. വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഇപ്പം ഏത് മെത്തേഡ് ആയിരുന്നാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കുറച്ചു കാലം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒരുപാട് നിങ്ങൾ തന്നെ പല വീഡിയോസിലും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മുതിർന്നവരൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ മെത്തേഡ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെ ചിലപ്പോൾ എഫക്റ്റീവ് ആയിരിക്കാം. അതൊക്കെ തന്നെ ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുറച്ച് പൊടിക്കൈകൾ നമുക്കൊന്ന് നോക്കാം. ഈ ചിരട്ട ഉണ്ടല്ലോ, തേങ്ങയുടെ ചിരട്ട നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഒരു കല്ലിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വളരെ ഫൈനായിട്ടുള്ള പൊടിയാക്കി എടുത്തതിന് ശേഷം തൈരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഈ മെലാസ്മ മാറിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. വളരെ ഫൈനായിട്ട് ഈ ചിരട്ട പൊടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അപ്പം ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ മെലാനിൻ പിഗ്മെന്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള മെത്തേഡ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്.
തൈര്, അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഐസ് ക്യൂബ് ആക്കി എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് ഐസ് ക്യൂബ് ആക്കി എടുത്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്തിൽ പൊതിഞ്ഞിട്ട് ആ ഐസ് ക്യൂബ് വെച്ച് നന്നായിട്ട് ഈ 2 ഭാഗവും റബ്ബ് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഇതിന് നല്ല എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഈ സ്കിൻ വൈറ്റനിങ് ആയിട്ട് പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതെല്ലാം തന്നെ നമ്മുടെ മെലാനിൻ പിഗ്മെന്റിനെ കുറയ്ക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും നല്ല തരത്തിലുള്ള ഒരു റിസൾട്ട് നമ്മുടെ ഈ മെലാസ്മയ്ക്കും നല്ലൊരു റിസൾട്ട് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മഞ്ചിഷ്ട, മഞ്ചട്ടി, ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം പല വഴികളും നിങ്ങളും ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ മെലാസ്മ അഥവാ കരിമങ്ങല്യം ഉള്ളവർ അതിന് വേണ്ടിയിട്ട് വേറെ മെത്തേഡുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.